പിടിക്കപ്പെട്ട സ്ത്രീ, പാപിനിയായ സ്ത്രീ. എല്ലാവരും അവളെ എറിയാൻ കല്ലെടുത്തപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപില്ലാത്തവര് അവളെ കല്ലെറിയട്ടെ. ആരും അവളെ കല്ലെറിഞ്ഞില്ല. എല്ലാവരും കല്ലുകളൊക്കെ കല്ലെടുത്തിട്ട് തിരിച്ചുപോയി. കാരണം വിധിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മളെ പോലെയല്ല മറ്റുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ. ഓരോരുത്തർക്കും അവരുടേതായ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഈ പാപിനിയായ സ്ത്രീയെ ഈശോയെ വിധിച്ചില്ല. ഈശോ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി മേലിൽ പാപം ചെയ്യരുത്. ആ പാപിനി വിശുദ്ധിയായിട്ട് മാറി. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. വിധിക്കാതിരുന്നത് കൊണ്ട് വിശുദ്ധരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ. നമുക്കൊക്കെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈശോയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈശോ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബൈബിളിലുടനീളം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ ഈശോയുടെ ചുറ്റി സഞ്ചാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്. ഈ ചുറ്റി സഞ്ചാരം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട, കാരണം നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി വിപുലപ്പെടും. നമുക്ക് വൈഡായിട്ടുള്ള പെർസ്പെക്റ്റീവുകളൊക്കെ കിട്ടുന്നത് ചുറ്റി സഞ്ചരിക്കുമ്പോഴാണ്. നമ്മൾ യാത്രകൾ നോക്കുമ്പോൾ പല കാഴ്ചകളാണ്, പല കൾച്ചർ, പല മനുഷ്യര്. മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ, അല്ലെങ്കിൽ ഇവരെ പോലെയല്ല നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ പോലെയല്ല ഇവരാരും. എല്ലാവരും വ്യത്യസ്തരാണ്. അവരായിട്ട് തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. ഈശോ അങ്ങനെ അവരായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈശോ വിജയിച്ചത്. ഈ 3 പേരുടെ ഉള്ളിലും നന്മ കണ്ടെത്തിയത് കൊണ്ടാണ് ഈശോ വിജയിച്ചത്. ഈ 3 പേരുടെ ജീവിതത്തിൽ ചുറ്റി സഞ്ചരിച്ചത് കൊണ്ടാണ് അവരുടെ ഉള്ളിലെ തിന്മ മാത്രമല്ല, അവരുടെ ഉള്ളിൽ നന്മയുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി അവരെ പുതിയ ജീവിതത്തിലേക്ക് നയിച്ചത്. നമുക്കും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ വിധിക്കാതെ, കുറ്റം പറയാതെ നന്മയിലേക്ക് നയിക്കാം. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറെ കഥകളായതുകൊണ്ട് ചിലപ്പോൾ കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ മൊണാസ്ട്രിയാണ്. മധ്യകാലഘട്ടത്തിൽ അറിയാം, യൂറോപ്പില് വലിയ വലിയ മൊണാസ്ട്രികൾ ഉണ്ടായിരുന്നു. വളരെ വിസ്തൃതമായിട്ടുള്ള ഏരിയയിലുള്ള മൊണാസ്ട്രികൾ. ചുറ്റുമുതലൊക്കെ കിട്ടിയിട്ട് അവിടെ ഒരു ആവട്ടുണ്ടാവും. ആവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്രമശ്രേഷ്ഠൻ. അവിടുത്തെ അധികാരിയാണ് ആവട്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇത്തിരി വയസ്സായിട്ടുള്ള ഒരു സന്യാസിയാണ്. അപ്പൊ അവിടെ കുട്ടി സന്യാസികളുണ്ട്, പുതിയതായിട്ട് ചേർന്നവര് സന്യാസിമാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സന്യാസ ആശ്രമമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു കുട്ടി സന്യാസിക്ക് ഭയങ്കര പ്രലോഭനം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഇവൻ രാത്രി മതിൽ ചാടിയിട്ട് പുറത്തേക്ക് പോയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തിന്നാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ചു വെളുപ്പിന് കയറി വരും. ഇതൊരു പതിവ് രീതി 1, 2, 3 ദിവസമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആവട്ട് കാണുന്നുണ്ട്. ഇവരോടൊന്നും പറയണമെന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആവട്ടിന് മനസ്സിലായി ഇവന്റെ സ്ഥിരം ടൈമിങ് ഇനിയാണ്, എപ്പോഴാണ് പോണേ, എപ്പോഴാണ് തിരിച്ചു വരണമെന്ന് മനസ്സിലായി. ഇവരൊരു മുട്ടി ഇട്ടിട്ടാണ്, അതിന്റെ വേല കയറിയിട്ടാണ് മതിലുമ കയറുന്നത്. അങ്ങനെയാണ് ചാടുന്നത്. അങ്ങനെ ഒരു ദിവസം ആവട്ട് ആ മുട്ടി അവിടെ മാറ്റിയിട്ട് നമ്മൾ ഈ ചെറുപ്പത്തില് ആനകളെ പോലെ കളിക്കില്ലേ, ഈ ചെറിയ പിള്ളേരൊക്കെ കളിക്കില്ലേ, അതേമാതിരി ആവട്ട് ആ മുട്ടിയുടെ സ്ഥാനത്ത് ആനയുടെ പോലെ ഇങ്ങനെ നിന്നു. ഇവൻ വെളുപ്പിന് തിരിച്ചു കയറിയത് ഈ ആവട്ടിന്റെ മുതുകിൽ ചവിട്ടിയിട്ടാണ്. തിരിച്ചിറങ്ങിയപ്പോ ഇവനാകെ പകച്ച് വിറങ്ങലിച്ച് നിൽക്കാം, പേടിച്ച് നിൽക്കാം. അപ്പൊ ആവട്ട് വേറെ ഒന്നും പറഞ്ഞില്ല. ആവട്ട് പറഞ്ഞു, പുറത്ത് ഭയങ്കര തണുപ്പാണ്, ഇനി അടുത്ത പ്രാവശ്യം പുറത്തേക്ക് ചാടുമ്പോൾ ഒരു സ്കാർഫ് എടുത്തോളൂ, അല്ലെങ്കിൽ പനി പിടിക്കുന്നു. അവനത് കേട്ടതും പിന്നീട് ഒരിക്കലും അവൻ മതിലിൽ ചാടിയിട്ടില്ല. അവൻ നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയാണ്, നല്ലൊരു സന്യാസിയായിട്ട് മാറുകയാണ്, വീണ്ടും ഒരു ആവട്ടായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിലെ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കണം. തെറ്റ് തിരുത്തരുത് എന്നല്ല, മറിച്ച് വിധിക്കരുത് എന്നാണ് കർത്താവ് തെറ്റുകളൊക്കെ തിരുത്തി, പക്ഷെ വിധിച്ചിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്കും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കാതെ, കുറ്റം പറയാതെ, അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ, അവരുടെ ഉള്ളിൽ നന്മ കണ്ടെത്താൻ പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സമർത്ഥമായി വിധിക്കിട്ട് പിതാവിന്റെയും